ഈ പത്രസമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ വി രാജ, പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ എന്നിവർ എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് BJP ഉയർത്തിയ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിയാം. ഞങ്ങളുടെ ഒരു പൊസിഷനും ഞങ്ങളുടെ നിലപാട് ഇതിനെ കുറിച്ച് ഇത് ശക്തമായിട്ട് ജനങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നു. മിനിസ്റ്റർ വാസവൻജിയുടെ രാജി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ സർക്കാർ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഇതിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മുഖ്യമന്ത്രിയും CPM സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് കൃത്യമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവരണം, കേരള രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇത് പറയുമ്പോഴാണ് ഒരാഴ്ച 10 ദിവസം മുമ്പേ മനസ്സിലാവുന്നത് ദേവസ്വം ബോർഡിന്റെ ശുദ്ധീകരണം ഇവിടെ നടക്കണം. പിന്നെ ഇന്നലെ മനസ്സിലായി മാധ്യമ ശുദ്ധീകരണം ഇവിടെ കുറച്ച് നടക്കണം. അപ്പോൾ ഈ ശ്രദ്ധ തിരിക്കാൻ CPM സർക്കാർ ഒരു കാര്യം പറയുന്നത് അതിദാരിദ്ര്യത്തെ നിർമാർജനം അവർ ചെയ്തു, അത് അവരുടെ ഒരു അക്കംപ്ലിഷ്മെന്റ് ആണെന്ന് അവർ മുമ്പോട്ട് വെക്കുന്നു. ഇതിന്റെ സത്യം എന്താണെന്നും ആര് എന്ത് ചെയ്തു എന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻജിയുടെ സർക്കാരാണ് എല്ലാ സെൻട്രൽ പദ്ധതി, നരേന്ദ്രമോദിജി ചെയ്ത എല്ലാ പദ്ധതികളുടെ പേര് മാറ്റി സ്റ്റിക്കർ ഒട്ടിച്ച് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നൊരു സംസ്ഥാനമാണ്, അല്ല ഒരു ഗവൺമെന്റാണ് CPM ഗവൺമെന്റ്. അതിന്റെ വേറൊരു ഉദാഹരണമാണ് ഈ അതിദാരിദ്ര്യം നിർമാർജനം എന്ന ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു വേറെ ഉദാഹരണം. ഏപ്രിൽ 2025 വേൾഡ് ബാങ്ക്, ഇത് വേൾഡ് ബാങ്ക് ആണ് പറഞ്ഞത്, ഞാനല്ല, BJP അല്ല, ഇന്ത്യയിൽ 17 കോടി, കഴിഞ്ഞ 10 കൊല്ലം 17 കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അവര് എക്സ്ട്രീം പോവർട്ടിയിലായിരുന്നു. 17 കോടി ഇന്ത്യക്കാർ ഇന്ന് എക്സ്ട്രീം പോവർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് വേൾഡ് ബാങ്ക് ആണ് പറഞ്ഞത്. എന്നാൽ കേരളത്തിലെ അതിദാരിദ്ര്യം കുറച്ചു സർക്കാർ എന്ന് സർക്കാർ വാദിക്കുമ്പോൾ ഇതിന് പിന്നില് എന്താണ് ട്രൂത്ത്, എന്താണ് യാഥാർത്ഥ്യം, അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. രണ്ടാം സ്ലൈഡ്, അല്ല 3-ാം സ്ലൈഡ്, നെക്സ്റ്റ് സ്ലൈഡ് അല്ല നെക്സ്റ്റ് സ്ലൈഡ് ചെയ്യണം. ഈ ഇന്ത്യയിൽ കഴിഞ്ഞ 10 കൊല്ലം ഉത്തർപ്രദേശിൽ 6 കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. ആളുകളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. ഉത്തർപ്രദേശിൽ 6 കോടി, ബീഹാറിൽ 3
1.7 കോടി, മധ്യപ്രദേശിൽ 2.5 കോടി, രാജസ്ഥാനിൽ 1.87 കോടി, മഹാരാഷ്ട്രയിൽ 1.59 കോടി. കേരളത്തിൽ 10 വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിച്ചത് 2.72 ലക്ഷം മാത്രമാണ്. ഇതാണ് സത്യം. ഈ നമ്പർ ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഇതും ചെയ്തത് ആരാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നെക്സ്റ്റ് സ്ലൈഡ്. ഈ അതിദാരിദ്ര്യത്തിൽ ജനങ്ങൾ മാറി പുറത്തു വരുമ്പോൾ അതിന്റെ പിന്നിൽ ഏത് പോളിസിയും ഏത് പദ്ധതികളാണ്, ആരാണ് ചെയ്തത് എന്ന് കൃത്യമായി ഇവിടെ പറയും. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ 6 ലക്ഷം കുടുംബങ്ങൾ, ഇത് കേരളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക് ആണ്, 6 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിമാസം 35 കിലോ ഭക്ഷണധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. പ്രൈം മിനിസ്റ്റർ ഗരീബ് കല്യാൺ അന്ന യോജന. രണ്ടാമത്തത് 58 ലക്ഷം പേർക്ക് തൊഴിലുറപ്പ് പദ്ധതി വഴി തൊഴിൽ നൽകുന്നു. ഇതും സെൻട്രൽ ഗവൺമെന്റ് സ്കീം. മൂന്നാമത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 1.74 lakhs 1,74,000 കുടുംബങ്ങൾക്ക് വീട് നൽകി. ആയുഷ്മാൻ ഭാരത് വഴി കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ ഹെൽത്ത് കെയർ ലഭിച്ചു. ജൽജീവൻ മിഷൻ വഴി 22 ലക്ഷം വീടുകൾക്ക് കുടിവെള്ളം എത്തിച്ചു. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കരുത്. ഇത് 99% ഇതിന്റെ എഫേർട്ടും ഇതിന്റെ പോളിസീസ് എല്ലാം നരേന്ദ്രമോദിജിന്റെ BJP സർക്കാരാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയാൻ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഈ ശബരിമല കൊള്ളയിൽ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിന്റെ സത്യം ജനങ്ങൾക്ക് മനസ്സിലാവണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കും ഡേറ്റ ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത്. രണ്ടാമത്തെ ഒരു വിവാദം എന്ന് അങ്ങനെ പറഞ്ഞാൽ PM ശ്രീ. ഇതും ശ്രദ്ധ തിരിക്കാൻ സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു തന്ത്രം. PM ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇനീഷ്യേറ്റ് ചെയ്തൊരു പോളിസിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി. ആരെയാണെങ്കിലും അത് വായിച്ച് മനസ്സിലാക്കിയാൽ അതില് കുട്ടികൾക്കും യുവാക്കൾക്കും ഗുണം ചെയ്യുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. കരിക്കുലം ഫ്ലെക്സിബിലിറ്റി, ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഫ്ലെക്സിബിലിറ്റി, സ്പോർട്സ് സ്കില്ലിംഗ്, വൊക്കേഷണൽ ട്രെയിനിങ് ഉൾപ്പെടുത്തിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ക്രിട്ടിക്കൽ തിങ്കിങ് ഉൾപ്പെടുത്തിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിന്റെ ഒപ്പം PM ശ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ, കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഒരു പോളിസി. തെരഞ്ഞെടുപ്പിൽ അഴിമതി, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിൽ തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖലയും ഇതെല്ലാം കൃത്യമായി പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ ഭാഗമാവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് പോയി PM ശ്രീ MOU സൈൻ ചെയ്യുന്നു. എന്നിട്ട് ഈ CPI CPM നാടകം, ഞാനൊരു ഗുഡ് കോപ്പാണ് മറ്റൊരു ബാഡ് കോപ്പാണെന്ന് അത് ചെയ്യുന്ന ഒരു നാടകമാണ്. ജനങ്ങൾ ശ്രദ്ധ തിരിക്കാനാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കരിക്കുലമിനെ പറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വഴി കരിക്കുലം ഫ്രെയിം ചെയ്യാൻ എല്ലാ അവകാശങ്ങളും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുണ്ട്. അപ്പോ ഇതൊരു സാഫ്രൻ കരിക്കുലം ആവും
ഇതാവും മറ്റേതാവെന്ന് പറയുന്നതെല്ലാം ഒരു കൃത്യമായി പച്ചക്കള്ളമാണ്, നുണയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത് രണ്ടാമത്തെ പോയിന്റ്. അവസാനം എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നമ്മള് ശബരിമല സ്വർണ്ണക്കൊള്ളകൾ അതിനെക്കുറിച്ച് കേട്ടു, എക്സാലോജിക്കിനെ പറ്റി കേട്ടു, മെസ്സി സ്കാമിനെ പറ്റി കേട്ടു. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രം ശുദ്ധീകരിക്കാൻ ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ്. അതിൻ്റെ ഒപ്പം ദേവസ്വം ബോർഡ് ദല്ലാൽമാരെയും ശുദ്ധീകരിക്കണമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്, BJP ചെയ്യാൻ തയ്യാറാണ്. അതിനൊപ്പം മാധ്യമ ദല്ലാൽമാർ അങ്ങനെ ഉണ്ടെങ്കിൽ, സ്കാമിന് പെട്ട മാധ്യമ ദല്ലാൽമാരുണ്ടെങ്കിൽ ആ ശുദ്ധീകരണവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. ഞാനത് TV-യിൽ കണ്ടു. അതങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ അവര് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിച്ചോട്ടെ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന് 100% ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അവകാശമുണ്ട്. ആ സ്റ്റേറ്റിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രകാരം കരിക്കുലം ഫിക്സ് ചെയ്യാൻ. അതാണ് സത്യം, അതാണ് ഫാക്ട്. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി വഴി ചരിത്ര വസ്തുതകൾ അങ്ങനെ തന്നെയല്ലേ? അല്ല, നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല. പറയൂ. അത് നോക്കൂ, ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോ ശ്രദ്ധ ധരിക്കാൻ അങ്ങനെയെല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക്. അത് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. നോക്കൂ, ഞാൻ കാണപ്പെട്ടെ, ഇത് ഞാൻ കുറെ കൊല്ലായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പിളിലായിട്ട് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരും. ഞാൻ എന്താണ് പറഞ്ഞത്, ഈ മതേതരത്വത്തെ കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി SDPI ഇറങ്ങണ്ട, അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും CPM ഞങ്ങളെ പഠിപ്പിക്കണ്ട പറയുമ്പോൾ ഇങ്ങനെ വരും, ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിന് വിമർശിക്കാൻ. അത് നോ ഇഷ്യൂ. രണ്ടാമത്തത് നോക്കൂ, നുണ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരുമുണ്ട്. ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെന്റ്സും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. എന്തോ നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസാണോ, അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാം. ഇതൊരു പുതിയ തന്ത്രമൊന്നുമല്ല, ഇത് എത്രയോ കാലമായിട്ട് നടക്കുന്നതാ. ഇവർക്കൊരു പുതിയ തന്ത്രമായിട്ട് അവർ കാണുന്നു, അത്രേ ഉള്ളൂ. തെറ്റ് ചെയ്തവർ വിടില്ല. ഇത് ന്യൂ ഇന്ത്യയാണ്. ഏത് മാധ്യമമാണോ, ഒരു CPM-ന്റെ വലിയ ലീഡറാണോ, തെറ്റ് ചെയ്താൽ മകനാണോ, മാധ്യമത്തിന്റെ ഓണറാണോ, ഞങ്ങൾ വിടില്ല. അത് ഒരു കൃത്യമായ ഒരു ഫാക്റ്റാണ്, ഒരു ട്രൂത്താണ്. അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ, എന്നെ കുറിച്ച് നുണ പറഞ്ഞാൽ അത് മാറുന്നു വിചാരിക്കണ്ട, അത് നടക്കില്ല. അത് നിങ്ങൾ പറയണ്ട, അല്ലല്ല, റിപ്പോർട്ടറിന് മറുപടി പറയില്ല എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. മറ്റു മാധ്യമ പ്രവർത്തകരോട് മര്യാദയ്ക്കും മാന്യതയ്ക്കും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ അവർക്ക് മറുപടി കൊടുത്തോളാം.
നിങ്ങൾ അവിടെ ഇരുന്നാൽ അന്തസ്സുള്ള അഴിമതി തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത മാന്യമായി ധാർമ്മികത പുലർത്തുന്ന മാധ്യമ പ്രവർത്തകരുടെ ഉണ്ട്. റിപ്പോർട്ടർ പോലെയുള്ള അഴിമതിയുടെ പേക്കൂട്ടുകളുണ്ട്. അവർക്കാണ് മറുപടി കൊടുക്കുക. ബിജെപി പോലും പ്രതിസന്ധിയിലാവുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ്. ഇപ്പോഴും തീർപ്പുകൽപ്പിച്ചില്ല. എന്തുകൊണ്ടാണ് താങ്കൾ മറുപടി പറയാനുള്ളതാണ് ചോദ്യം. റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അത് അവര് പറഞ്ഞല്ലോ, ഇതിലൊരു വസ്തുത ഇല്ല. ഇതിലൊരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടേ, നമ്മൾ വിഡ്ഢികളാണെന്നല്ലോ. അങ്ങനെ ആരില്ലല്ലോ. ഞങ്ങള് ആരോപണം ശബരിമല കൊള്ളയെ കുറിച്ച് പറയുന്നു, വാസുവൻ രാജിവെക്കണം, വാസുവിന്റെ എതിരെ തെളിവുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വെക്കുന്നത്? ആരുടെ പേരിലാണ് മുമ്പോട്ട് വെക്കുന്നത്? ഞാൻ അല്ല, അത് അല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഇതിൽ സത്യമില്ല, ഇത് നുണയാണ്. അല്ല, ഇത് സത്യമല്ല, നുണയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ. എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത്, ഇത് അത് നടക്കില്ല, ഇതുവരെ നടന്നിട്ടില്ല. എന്നിട്ടാണോ എന്റെ എതിരെയല്ലോ അവര് കൊടുത്തിരിക്കുന്നത്, അത് ഏതോ കമ്പനി. എന്നെ നോക്കൂ, ഈ നുണ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ എതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവുന്ന അതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാവും, 100% ഉണ്ടാവും. താങ്കൾ പണം കത്തെടുത്തോ? ഏതാണ്ട് 313 കോടിയോളം കത്തെടുത്തത് അഭിഭാഷകർ ആരോപിക്കുന്നു. എന്താണ് മറുപടി? താങ്കൾക്ക് ഭയമാണോ ചോദ്യം?